മക്കൾ ഉറങ്ങി. മക്കൾ ഉറങ്ങിയെന്ന്. ഇനി ഇതൊക്കെ നാളെ എഴുതിയ പോരെ? നാളെ കണക്ക് ക്ലോസ് ചെയ്ത് കാശ് കൊടുക്കേണ്ടതാ. നീ മരുന്ന് കഴിച്ചു. മരുന്ന് കഴിച്ചിട്ട് കിടന്നുറങ്ങി. ஐயா யாரே? நான் தாயா மாரியப்ப. என்ன மாரியப்பா? மேட்டுப்பாளையத்துல இருந்து முட்டைக்கோஸ் லோடு வந்திருக்கியா? அப்படியா? நம்ம கடைக்கு உள்ள இறக்கி வச்சிரு. சரிங்க. அப்புறம் பூசணிக்காய் ரோடு இல்லையா? பூசணிக்காய் இல்லையா, வெண்டைக்காய், அவரைக்காய், புடலங்காயும் கொஞ்சம் பச்சை மிளகாயும் வந்திருக்கு. வெங்காயமா? பெரிய வெங்காயம் இல்ல, மூட்டையை பார்த்தா சின்ன வெங்காயம் மாதிரி தெரியுது. ஐயோ, பெரிய வெங்காயம் தானே சொல்லியிருந்தது. விட மாட்டேன், கண்டிப்பா விட மாட்டேன். ரெண்டு பொண்டாட்டி காவல்காரர், பொண்டாட்டி தேவை, பொண்டாட்டி சொன்னா கேட்டுக்கணும். பொண்டாட்டிய பத்தி ஏது படம் வந்தாலும் எந்த வண்டிக்கு எடுத்து போ சொட்டுக்கிறவர் ஆராயாலும் சரி. டேய், நான் விட மாட்டேன். பொண்டாட்டி சொன்னா கேட்டுக்கணும். நான் தானே தீர்மானம் பண்றேன். தைரியம் நீங்க போடா. ഏയ്, ഇവിടെയും വെട്ടിട്ടുള്ളൂ. നീ ഇതിൽ ഇടപെടണ്ട. ഇതെന്റെ മാനത്തിന്റെ പ്രശ്നമാണ്. മാനം. കടയിൽ പോയി ഇത്തിരി അരിയും മുളകും മണ്ണെണ്ണയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നാട്ടെ. നോക്കി പഠിപ്പിക്കില്ല ഇതൊക്കെ. ഉണ്ണാൻ ഇങ്ങ് വന്നിരിക്കുമ്പോ ചീത്താക്കണ്ടോളെ ഞാനല്ലേ. നിങ്ങളുടെ ശൃംഗാരി മഞ്ഞളും പൂച്ചി പൊട്ടും പോവും വെച്ച് കീര കൂരേന്നും പറഞ്ഞ് ഇറങ്ങി ഇങ്ങ് പോവല്ലോ. നിനക്ക് പോയി അങ്ങ് വാങ്ങിയാലെന്താ? എനിക്ക് വയ്യ ഇനി പോയി കടം പറയാ. ഇപ്പൊ തന്നെ മോന്ത വെറുപ്പിച്ചു തുടങ്ങി. അവൻ എന്തിന്റെ മുഖം വെറുപ്പിക്കണേ? ഞാൻ എന്താ കിട്ടാ കുറ്റിയാ? ഞാൻ സഞ്ജി തന്നെ. കൊണ്ടാട്ടി சொன்னா കേട്ടുക്കണം. എന്നടി? ഞാൻ ഇത് പോസ്റ്റർ പഠിച്ചയ്യാ. അയ്യോ, കുടുങ്ങുമ്പോ ഞാൻ ഊത്തരേ. വേണ്ട, ഞാൻ ഒഴിച്ചോളാം. പറവല്ല കുടുങ്ങ. വേണ്ട പപ്പിനി ഞാൻ ഒഴിച്ചോളാം. കുഴന്തെങ്കിങ്ങ അവരെവിടെ കളിച്ചോണ്ട് നിക്ക. എന്താ പപ്പിനി? ഒന്നുമില്ല, நான் உங்ககிட்ட உன்னை கேட்கலான்னு வந்திருக்கேன். என்ன? உங்களோட ஒரு சாரி எனக்கு கொடுங்களேன். ஐயோ, ഞാൻ അധികം സാരി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. நான் ഇങ്ങനെ ആരോടും ഒന്നും ചോദിക്കാറില്ല. என்னமோ தெரியல, உங்களோட ஒரு சாரி உடுக்கணும்னு ரொம்ப ஆசை. ஏதாவது விசேஷ நாள்ல கட்டுறதுக்கு தான். ഞങ്ങള് തിരിച്ചു പോകുമ്പോഴേക്ക് വേണമെങ്കിൽ போதுமா? அது போதும். இந்த தீபாவளி பொங்கல்லாம் வரும்போது ஜோஸ் முதலாளி கிட்ட காவேரியும் ஜானகியும் புடவை வேணும், மாலை வேணும் எல்லாம் ചോദിച്ചു வாங்கும். ஆனா நான் மட்டும் அப்படி ஒண்ணும் கேட்க மாட்டேன். ஏதோ இப்ப 2-3 நாளா காவேரி கால்ல ஒரு புது கொலுசு. யாரு வாங்கி கொடுத்ததுன்னு கேட்டா ஒண்ணுமே சொல்ல மாட்டேங்கிறா. வேற யாரு வாங்கி கொடுத்திருப்பாங்க? ஜோஸ் முதலாளி தான். இல்லன்னா இவளுக்கு கொலுசு வாங்குறதுக்கு எவிடுந்து காசு? நான் வரேம்மா. ஆனா ஒரு சாரி மட்டும் எனக்கு மறக்காம கொடுத்துட்டு போனோம். எல்லாம் உங்க ஓர்மைக்காகத்தான். ആഹാ, പുതിയ പാസരം വാങ്ങിച്ചോ? എന്നിട്ടെന്താ എന്നോട് പറയുന്നത്? നോക്കട്ടെ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഒരുപാട് മണിയൊക്കെ ഉണ്ടല്ലോ. ഇതിനെന്ത് വിലയായി? അറിഞ്ഞൂടാ. രാമയ്യ വാങ്ങി തന്നതാ. പിന്നാരാ പറഞ്ഞ? ചേച്ചീനെ തപ്പാ വിചാരിക്കും. ഏയ്, ഞാനെന്തിനാ തെറ്റായിട്ട് വിചാരിക്കുന്നേ? പറ, ആരാ? വേണ്ട, ആരോടും പറയില്ലെന്ന് കയ്യിലെടുത്ത് സത്യം ചെയ്തിരിക്കുക. എങ്ങനെയാലും ചേച്ചി ഒരു ദിവസം അറിയും. ഇപ്പൊ എന്നോടൊന്നും ചോദിക്കല്ലേ, ഞാൻ പറയില്ല. എന്തിനാ അവനെ തള്ളണേ? പെണ്ണിനോട് തുള്ളി തുള്ളി ഭാഷലായി രണ്ടെണ്ണോ. പിള്ളേരല്ലേ, അവർക്കറിയാമോ എന്താ പോണ്ടേ? അമ്മമ്മയുടെ തനി പകർപ്പ ഈ ചെക്കൻ. എന്നെ ഒരു വിലയില്ല. ചെറുതല പറഞ്ഞ കൊല്ലു ഞാൻ. നിനക്കൊന്ന് പാവം ചെല്ലേ. എന്താ കാര്യം? സജിമോൻ അമ്മച്ചിനെ കുശുംബിന്ന് വിളിച്ചു. അതെന്തിനാ മോൻ അമ്മച്ചി കുശുംബിന്ന് വിളിച്ചു? കാവേരി ചേച്ചിയെ പോലെ നീ
കളിക്കാൻ പോയാ എന്നെ കെട്ടിടും പറഞ്ഞാ അയ്യോ അങ്ങനെ പറഞ്ഞു. പറഞ്ഞു പറഞ്ഞു അതേ അമ്മച്ചിക്ക് കുറച്ച് നാളായിട്ട് ലേശം വട്ടം. എനിക്കും തോന്നി. ആണോ? നമുക്കൊരു കാര്യം ചെയ്യാം. അമ്മച്ചിക്ക് വെളിച്ചത്ത് ചോറ് കൊടുത്തിട്ട് ഇരുട്ടത്തിടച്ച് ഉറക്കാം. നമ്മളും ആവുകയല്ലേ വെളിച്ചോറിന് ഇരുട്ടത്തിലെ കിടക്കുന്നത്. എന്റെ അമ്മോ, ഇതിന് പെടയല്ലാതെ വേറെ മാർഗമില്ലേ? കണ്ടു തരില്ല. മன்னிச்சிருங்க. നന്നായി പോയി. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ? നോക്കിക്കോ, പോക്കറ്റടിക്കാരനാണെന്നും പറഞ്ഞ് ഒരു ദിവസം പോലീസുകാർ പിടിച്ചിടിക്കും. അപ്പോഴേ നിർത്തുള്ളൂ. ഇനി ആരന്വേഷിച്ച് വരാനാ? അവനൊക്കെ ചത്തുപോയിട്ടുണ്ടാവും. കാവേരി, മുത്തുവിന് ബന്ധുവായിട്ട് ഞാനില്ലേ? ഞാൻ പോരെ? ഈ കണ്ണിനും ഈ മൂക്കിനും ഈ ചുണ്ടിനും ഈ മനസ്സിനും ഞാൻ മാത്രം സ്വന്തക്കാരി. സത്യം? ചിപ്പോ, ഇനി എന്നെ വിശ്വാസമില്ലേ? നോക്കിക്കോ, പங்குനി മാസം വരട്ടെ, 7 നാൾ വ്രതം എടുത്ത് തല മൊട്ടയടിച്ച് തീർത്ഥക്കാവടി എടുത്ത് ഞാൻ മല കയറും. അപ്പൊ വിശ്വസിക്കാന്നറിയാലോ. എന്താ പറഞ്ഞ്? തല മുട്ടയടിക്കുന്നു? അതിന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. മുരുക, മുടി മുരുകന് കൊടുക്കാൻ സമ്മതിക്കില്ലെന്നോ? പാവം കിട്ടുന്ന വാക്കൊന്നും പറയരുത് കേട്ടോ. പാവം കിട്ടിക്കോട്ടെ. ഒരു ദൈവത്തിനും നിന്റെ ഒരു മുടിനാരുടെ പോലും ഞാൻ കൊടുക്കില്ല. ഈ ഭൂമിയിൽ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നീ മാത്രം. போனால் போகட்டும் போடா இந்த பூமியில் நிலையாய் சும்மா இல்லையா? நான் கஷ்டப்பட்டு சம்பாதிச்ச காசு யாரெடுத்தாலும் நாசமா போவீங்க. നിന്റെ ഒന്നും ഒരു പൈസ എന്റെ പട്ടിക്ക് പോലും വേണ്ട. அப்போ இந்த டப்பாவில இருந்த 15 ரூபாய் எங்க போச்சு? தானா பறந்து போச்சோ? മറന്നുപോയി കാണും. இப்படி எல்லாம் சொன்னா எனக்கு கெட்ட கோவம். கோய் சுண்டி பேசக்கூடாது 100 வாட்டி சொல்லியிருக்கு. தபார், காசு யார் எடுத்தாங்கன்னு தெரியாம சும்மா லொடன் பேசாத. நீ எடுத்தியா? எனக்கு அது கோம்பணும். அப்புறம் யார் எடுத்தாங்க சொல்லு. அப்பா தான் எடுத்துச்சு. ഞാനാ? ആരടി പറഞ്ഞു ഞാനെടുത്തു? எனக்கு தெரியும். നീ കണ്ടോടി? നിന്നെ ഞാൻ എന്താ അമ്മ ഇത്ര ചെറുപ്പത്തിൽ തുടങ്ങിയാലോ? ഒന്ന് ആലോചിച്ച് നോക്കി. உண்மையை சொல்லு, நீ எடுக்கவே இல்லையா? ഞാൻ എടുത്ത് കാണും. ആ പാട്ട് കേട്ടപ്പോഴേ ഞാൻ നനച്ചതാ. ഇന്ന് ഓട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നല്ലേ പറഞ്ഞത്. പിന്നെ എവിടുന്നാ ചാരായം കുടിക്കാൻ കാശ്? ഒരു പോനാ പോട്ട് പോടാ. അത് ഞാൻ பாரு, நாளை காத்தாலுக்குள்ள என் காசு எனக்கு திருப்பி கொடுக்கல, அப்புறம் இந்த பத்மினி யாருன்னு தெரிய வைக்கிறேன். രാമയ്യൻ എടുക്കുന്നത് നീ കണ്ടോ? മുരുകനാണ് സത്യം, ഞാൻ കണ്ടതാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്ന കണ്ടപ്പോഴാ ഞാൻ പറഞ്ഞത്. നിന്റെ അപ്പൻ ആള് കൊള്ളാമല്ലോ. ഞാൻ പറയില്ലായിരുന്നു, ഇല്ലെങ്കിൽ എന്നെ അമ്മയെ ഒരു കള്ളികളാക്കും. അതുകൊണ്ടാ. ഇനി മതി വർത്താനം പറഞ്ഞത്. വാ ഞങ്ങൾക്ക് കഥ പറഞ്ഞതാ. പാട്ട് പാടിയാ മതി. വാ ചേച്ചി വാ.